ഈ ബജറ്റിലെ ഏറ്റവും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആകർഷണീയമായത് പങ്കാളിത്ത പെൻഷന് ബദലായി വരുമാനം ഉറപ്പു നൽകുന്ന അഷ്വേർഡ് ഇൻകം ഉറപ്പു നൽകുന്ന ഒരു ബദൽ പദ്ധതി വരും എന്നതായിരുന്നു. എന്നാൽ സർക്കാർ അതിനുവേണ്ടി ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അതേപടി പുനഃസ്ഥാപിക്കില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇതിനു പകരം വിവിധ സംസ്ഥാനങ്ങളിലെ പെൻഷൻ പദ്ധതികൾ പഠിച്ചിട്ടായിരിക്കും തീരുമാനമെടുക്കുക. പങ്കാളിത്ത പെൻഷൻ തന്നെ മാറ്റങ്ങളോടെ അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അന്തിമ തീരുമാനവും ഉണ്ടാകില്ല. റിപ്പോർട്ട്. പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പിൻവാങ്ങി. എന്നാൽ 2016 ഇടതുമുന്നണി നൽകിയ വാഗ്ദാനമായ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മടങ്ങിയതുമില്ല. പകരം സംവിധാനം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാനാണ് സർക്കാർ തീരുമാനം. നിയമ ധനവകുപ്പ് പ്രതിനിധികളടങ്ങുന്ന സമിതി ഹിമാചൽ, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പെൻഷൻ പദ്ധതികൾ പഠിച്ചാകും പുതിയ പദ്ധതി നിശ്ചയിക്കുക. നമ്മുടെ കൺസെപ്റ്റ് ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാര്യങ്ങളും പരിശോധനകളും. ഇത് പങ്കാളിത്ത പെൻഷന്റെ മറ്റൊരു രൂപമാകുമോ എന്നാണ് സർവീസ് സംഘടനകൾ ഉന്നയിക്കുന്ന ആശങ്ക. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമ്പോൾ പകരം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. അല്ലാതെ പകരം ഒരു പങ്കാളിത്ത പെൻഷൻ്റെ തന്നെ വേറൊരു രൂപം അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് ഉത്കണ്ഠ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ 10 എന്നുള്ള ഒരു 14% കേന്ദ്രത്തിൽ ചെയ്യുന്ന പോലെ ഉയർത്തിക്കൊണ്ട് ഒരു മിനിമം പെൻഷനോ ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു പകരം സംവിധാനം വന്നാൽ പോലും അത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സർക്കാർ ജീവനക്കാരുടെ അതൃപ്തി തണുപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം. അടുത്ത സാമ്പത്തിക വർഷമാണ് ബജറ്റ് നിർദ്ദേശം നടപ്പാക്കേണ്ടത്. എന്നാൽ പുതിയ സ്കീമിൽ UGC സ്കെയിൽ പോലെ ഉയർന്ന ശമ്പളം കൈപ്പറ്റി വിരമിച്ചവരുടെ പെൻഷൻ തുകയ്ക്ക് മേൽത്തട്ട് നിശ്ചയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മന്ത്രി KN ബാലഗോപാൽ വ്യക്തിപരമായി ഇതിന് അനുകൂലവുമാണ്. അതുകൊണ്ട് തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ കാണിച്ച തിടുക്കം പുതിയ പദ്ധതിയുടെ ഉള്ളടക്കം പരസ്യമാക്കുന്നതിൽ സർക്കാർ കാണിക്കാൻ സാധ്യതയില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.